കിടപ്പേ കിടപ്പ് ഭയങ്കര കമ്പിയ ആണോ? എന്നാ ഇത് അധികകാലം ഉണ്ടാവും തോന്നുന്നില്ല. അതിന് അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ വന്നോട്ടെ, വന്നിട്ട് അവരങ്ങ് പൊക്കോട്ടെ. അവരങ്ങനെ വെറുതെ വരുന്നൊന്നുമല്ല. ഇവിടെ വന്ന് ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്ന. എങ്ങനെ എന്തോ വിൽപ്പത്രമൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ വിൽപ്പത്രത്തിലൊക്കെ കാര്യമുള്ളൂ. അതിനുമുമ്പ് അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ? അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? ഈ അച്ഛൻ്റെ ഭാര്യയില്ലേ? അല്ല, അച്ഛൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. സോറി. നീ എന്തിനാ അയാളെ കെട്ടാൻ പോയത്? ആ കല്യാണത്തിൻ്റെ ആലോചന വന്നപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത് അയാൾ പ്രായമുള്ള ആളല്ലേ, എന്നെ പൊന്നുപോലെ നോക്കുന്നൊക്കെ. അയാളെന്നെ നോക്കി പൊന്നുപോലെ അടിച്ച് പരത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്കാൻ. അയാളങ്ങനെ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി. നീ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മാറ്റം തന്നെ തോന്നിയത്. ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഞാനില്ലേ ഇപ്പൊ കൂടെ. എൻ്റെ പിമ്പായിട്ടായിരിക്കും. അതെന്നെ വർത്താനോ അതല്ലേ പറയുന്നേ? പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബെൽ? ഞാൻ നിന്നെയും കെട്ടിയാലോ? ബെല്ലിന് ഇപ്പോഴും പിള്ളേര് കളി മാറിയിട്ടില്ല. നേരത്തെ കള്ളു കുടിച്ചിട്ട് ഓരോന്ന് പറ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, വെറുതെ പറഞ്ഞല്ല. ചേച്ചി മോളൊക്കെ ഇപ്പം എൻ്റെ മനസ്സിൽ നിന്നേ പോയി. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചാൽ പോരെ, സുഖമായിട്ട്. ഇതുപോലെ കൊതിച്ച് കൊതിച്ച് ഞാൻ അച്ഛനോട് ഇറങ്ങിപ്പോന്നു. പക്ഷെ വീട്ടിൽ വളർന്നൊരു പട്ടിയുടെ വില പോലെ. പിന്നെയും പിന്നെ അത് പറയുന്നേ, അത് വിട്. നമുക്കിങ്ങനെ നമ്മൾ മാത്രമായിട്ട് ഹാപ്പി ആയിട്ട് പോവാം. ബെല്ലിനൊരു കാര്യം അറിയോ? ഞാൻ എത്ര പ്രാവശ്യം മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. എന്നാ മണ്ടത്തരോ അതൊക്കെ? ഈ എല്ലോ സച്ചായനായാലും വേറെ എന്നാ വന്നാലും നമ്മൾ പിടിച്ചു വെക്കുമല്ലേ വേണ്ടേ? അയാളുടെ അടുത്ത് അങ്ങനെയൊന്നും നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം. എന്നിട്ടോ അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് കളഞ്ഞാൽ ചെയ്തിട്ട് എന്നാ കാര്യം? എന്നാ നമ്മുടെ ജീവിതം കളയാതെ അയാളെ കൊല്ലാൻ പറ്റുമോ? അതിൽ കാര്യമില്ലേ? നീ എന്നെ പറയുന്നേ? മേഴ്സി കില്ലിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. ഒരുമിച്ച് ജീവിക്കാന്ന് വല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെങ്കിൽ അതിനല്ലാതെ വേറെ വഴിയില്ല.
എന്നാ പറ്റിയ ചായ? ഞാൻ സിറപ്പെടുത്തോണ്ട് വരാം. കുടിക്ക്. അച്ഛാ, 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 എണീക്ക്. ഗുഡ് മോർണിംഗ്. ഒന്നുമില്ല, ഒന്നുമില്ല. അച്ഛാ, ഹലോ ചേ, നോക്കി. അച്ഛാ, നമുക്ക് റെഡി ആയാലോ? ഞാൻ പോയി ബ്രഷ് എടുത്തോണ്ട് വരട്ടെ? പൊക്കാണ് ചേ. എന്നാ പറ്റിയേ? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ചേ. ചേ, ചേ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. സത്യം. ചേ, പോട്ടെ ചേ, വിട്ടേക്ക ചേ. ചേ, ഇനിയും ഉണ്ടാവുമല്ലോ. സത്യം ഇതല്ലല്ലേ പറയുന്നത്? ഇനിയും ഉണ്ടാവുമല്ലോ. പോട്ടെ ചേ, വിട്ടേക്ക, നീ വിട്ടേക്ക്. ഓക്കെ അല്ലേ ചേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കുളിച്ചാലോ? കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം.
ഇതാ വരുന്നേ. ഹായ്. എന്നെ ഒരു പ്രസന്നതയാ. അച്ഛനെ കാണാൻ വന്ന. വരൂ. ചേച്ചി ഒരു ചായ. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് അച്ഛനെ കാണാം അല്ലേ? ബാ ഇരിക്കി. ഇതാണ് ബെൽത്താസ്. ഇത് അഡ്വക്കേറ്റ് റോണി, നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് എല്ലാം നോക്കുന്ന പുള്ളിയാ. അച്ഛൻ നല്ല ഹാപ്പി ആണല്ലോ. നോക്കാൻ ഫുൾ ടൈം ആണല്ലേ, പിന്നെ എന്നാ പേടിക്കാനാ? ചുമ്മാ കിടന്നു കൊടുത്താ പോരെ? എന്താ ചാ മനസ്സിലായി? ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ? അച്ഛൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ല അച്ചായ? അത് അച്ചായൻ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം സെലനിക്ക് കിട്ടും. ഏതായാലും അച്ചായൻ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം താമസിക്കാണ്ട് 6 മണി പോലെ എണീറ്റ് നടക്കും. നടക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ? ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ശരി. നിന്റെ വീട് എവിടാ? ഇവിടെ അടുത്ത് തന്നെ സാറേ. അടുത്തോ എന്ന് പറഞ്ഞ? എളങ്ങാട് തന്നെ. ആ, എളങ്ങാട്. സെലീന, ഒരു കാര്യം പറഞ്ഞേ. അതെ, അമേരിക്കയിലെ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിലും വിഷമിക്കണ്ട. ജോണച്ചായൻ അവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ വക്കീലെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അച്ചായൻ്റെ ബില്ലിൽ മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് 1-2 ക്ലോസ് ഉണ്ട്. അതൊന്ന് മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ഓ, അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അതെ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് 1-2 നല്ല വീടുകളുണ്ട്. മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ വിളിക്കാം. ഓക്കെ, മതി. അതെ, എനിക്കൊരാളെ കൊല്ലാനൊന്നും പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ? എത്ര നാളിങ്ങനെ സാധിക്കും? പിന്നെ ഒന്നുമില്ലാതെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ ബെല്ല് റെഡിയാണോ? ഇനി അതും പോട്ടെ,
എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിനുവേണ്ടി അച്ചായനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ സത്യം പറഞ്ഞ ഈ ബെല്ലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ എന്നെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ. അപ്പം നമ്മുടെ പ്ലാൻ മാറ്റുമല്ലേ? അതൊക്കെ നിന്റെ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതെ, എൻ്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് ബെല്ലിന് മനസ്സിലായില്ലേ? അച്ഛൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ. ഞാൻ നാളെ വരാം. കഞ്ഞിയായില്ലേ? ആ ദാ അച്ഛനുള്ള കഞ്ഞി. ഇത് അച്ചായനുള്ളതാണോ? അതെ, അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നേ. ഇതൊക്കെ കഴിച്ച അച്ചായൻ ബാക്കിയുണ്ടാവോ? ഉണ്ടാവില്ലായിരിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് അങ്ങനല്ല. ഞാൻ ബെല്ലിനോട് ചോദിച്ചതല്ലേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നീയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ഇനി ഏതായാലും 5-8 മാസം കൂടി അച്ഛനുണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ ആരും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് നേരത്തെ കിട്ടുമായിരിക്കും. പ്രശ്നമാവത്തില്ലേ? ഏയ്, നമ്മൾ അച്ഛനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ. ഏയ്, അധികം ആലോചിക്കണ്ട. ചൂട് പോ, ചെല്ല് കൊണ്ടു കൊടുക്ക. ചെല്ല്. അച്ചായൻ ഹാപ്പി, മുഴുവനും കഴിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ, അത് മതി. എന്നാലും ഈ ഹാപ്പി എൻഡിങ്ങിന്റെ ഐഡിയ അടിപൊളി. ഇത് എനിക്ക് എന്നാ തോന്നാഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നത്. തോന്നിയില്ലല്ലോ. എങ്ങോട്ടാ? ഞാൻ എസ്റ്റേറ്റ് ഓഫീസ് വരെ പോവാ.
അപ്പൊ ഇനി എന്നും ഇങ്ങനെ ചെയ്യല്ലേ? ആ, ഞാൻ നാളത്തെ കാര്യം രജി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി കൊടുത്തോളൂ. അതെന്താ നാളെ ബെല്ല് വരില്ലേ? അല്ല, എനിക്കൊരു 2 ദിവസത്തെ ലീവ് വേണം. എന്തു പറ്റി? ആ ഇസ്രായേലി പോക്കിന്റെ പരിപാടിയില്ലേ, അതൊന്നും ലൈവ് ആക്കാനുണ്ട്. അതെനിയും കളഞ്ഞില്ലേ? ഇന്നലെ എന്നോട് ചോദിച്ചില്ല എൻ്റെ പ്ലാൻ എന്നാണെന്ന്. ഒരു 2 കൊല്ലം ഞാൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഈ അറവിടമാരുടെ പുല്ലൊക്കെ അങ്ങ് വേണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? ഇനി അതല്ല നിന്റെ പ്ലാൻ ആദ്യം വർക്കാവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് അങ്ങ് പിടിക്കും. എന്നാ ഒക്കെ ആയാലും നമ്മൾ 4 കാലിലേ വീഴത്തുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. 2 ദിവസം എന്നേലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം.